ഞാൻ സുബ്രഹ്മണ്യൻ മോച്ച് അർമദിക് ആൻഡ് സയൻസ് ക്ലബിലെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇത് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. നീറ്റ് എങ്ങനെ നീറ്റ് ആയി നടത്താം ഒരു ചർച്ച. നീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. കുട്ടികളുടെ കഴിവ് കണ്ടെത്തി അവരെ പ്രത്യേക മേഖലയിലേക്ക് എത്തിക്കുന്നതിന് സംസ്കാര സമ്പന്നരായി തുടങ്ങിയ ഒരു പരീക്ഷയാണ് നീറ്റ്. അതേപോലെയുള്ള വളരെ അധികം പരീക്ഷകളും ഉണ്ട്. ഇങ്ങനെയുള്ള പരീക്ഷകളിൽ എങ്ങനെയാണ് ഇത്തരം വൃത്തികെട്ട പരിപാടികൾ അരങ്ങേറുന്നത് എന്നതിനെ കുറിച്ച് ആദ്യം അവലോകനം നടത്തിയാൽ നീറ്റാക്കി നടത്താൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഡോക്ടറുടെ ജോലിയല്ല, ഒരു ഡോക്ടറുടേത് സേവനമാണ്. അപ്പൊ സേവനത്തിന് തൽപരരായിട്ടുള്ളവർ മാത്രമായി ഈ പരീക്ഷ പ്രകാരം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീറ്റ് എന്ന പരീക്ഷ വളരെ ഫലപ്രദമായിരിക്കും. എന്നാൽ ഇന്ന് ഡോക്ടറാവുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. അതേപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയിലും എൻജിനീയർ ആവുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഇത്തരക്കാർക്ക് മാത്രമേ സമൂഹത്തിൽ വില ഉള്ളൂ എന്നും ഇത്തരക്കാർ മാത്രമേ എൻ്റെ ഭാവി വരനായിട്ടോ വധുവായിട്ടോ വരുവാൻ പാടുകയുള്ളൂ എന്ന ജനങ്ങളുടെ ഒരു തോന്നലിലൂടെയാണ് ഇത് ഒരു കച്ചവട മേഖലയായി മാറിയത്. ശ്രദ്ധിച്ചോളൂ, എക്സാം പൈസ കൊടുത്തോ മറ്റ് സമ്മർദ്ദം ഉപയോഗിച്ചോ പേപ്പറുകൾ കരസ്ഥമാക്കി അവർ പരീക്ഷ എഴുതുന്നത് ജീവിതകാലം മുഴുവനും ഡോക്ടറായി സേവനമനുഷ്ഠിക്കാനൊന്നുമല്ല. പിന്നെ വിവാഹ കച്ചവടത്തിന് ഒരു ഡോക്ടർ എന്നാൽ ധാരാളം സ്ത്രീധനം ലഭിക്കും എന്ന ഒരു ലക്ഷ്യവും ഇവരുടെ മനസ്സിലുണ്ട്. കൂടാതെ ഇവർ അവരുടെ വിവാഹശേഷം പിന്നീട് അവർ കച്ചവടക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും വലിയ ഒരു സൂപ്പർ മാർക്കറ്റോ വലിയ ഒരു ചെരുപ്പ് കടയോ വലിയ ഒരു ബേക്കറിയോ ഒക്കെ തുടങ്ങി
അതിനെ വിപുലീകരിച്ച് കാശുണ്ടാക്കുന്നവരാണ് ഇത്തരം ഡോക്ടർ സർട്ടിഫിക്കറ്റിന് വേണ്ടി പൈസ മുതലാക്കുന്നവർ ലക്ഷ്യമിടുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായ കഴിവ് ഉള്ള വ്യക്തികൾക്ക് അവരുടെ മുന്നിൽ ഇവർ എന്നും പ്രശ്നക്കാരാണ്. പരീക്ഷ നേർ വഴിക്ക് എഴുതി വിജയം നേടാൻ കഴിവുള്ള മിടുക്കന്മാർ ഉണ്ടെങ്കിലും അവനേക്കാൾ കൂടുതൽ മാർക്ക് പേപ്പർ ചോർച്ചയിലൂടെ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്നൊന്നും പറയുവാൻ സാധ്യമല്ല. പണത്തിൻ്റെ ഹുങ്ക് ഈ മേഖലയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എൻട്രൻസ് കോച്ചിങ് ക്ലാസുകളെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ഈ പേപ്പർ നിർമ്മിക്കുന്നവർക്ക് പൈസ നൽകുകയും ആ പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയും അത് എൻട്രൻസ് ക്ലാസ്സുകളിലൂടെ കുട്ടികളെ പഠിപ്പിച്ച് ഈ എൻട്രൻസ് ക്ലാസ്സിൽ പോയാൽ കുട്ടികൾക്ക് ധാരാളം മാർക്ക് കിട്ടാം എന്ന ഒരു തോന്നലുണ്ടാക്കുകയും അങ്ങനെ അവിടേക്ക് കുട്ടികൾ കുത്തി ഒലിക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥ കച്ചവടമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിലെ അധ്യാപകരൊന്നും ഇതിനു വേണ്ടി മെനക്കെടുന്നവരല്ല. അവർ അതിൻ്റേതായിട്ടുള്ള ഇടനിലക്കാരെ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാക്കുന്നത്. അപ്പോൾ ഇടനിലക്കാർ തന്നെയാണ് യഥാർത്ഥത്തിൽ അവർക്ക് നല്ല ഡോക്ടറുണ്ടായാലെന്താ, മോശം ഡോക്ടറുണ്ടായാലെന്താ, എനിക്കും കിട്ടണം പണം എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. സമൂഹത്തിൽ പണമുള്ളവരുള്ള ആ ഒരു പ്രതാപം പണമില്ലാത്തവന് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. അങ്ങനെ പണം കൊടി കുത്തി വാഴുന്ന ഈ സമൂഹത്തെ ഇത് വശങ്ങളായി ചെറിയ തോതിലും ഇത് സൂപ്പർ മാർക്കറ്റ് വ്യവസായത്തിലും എത്തി നിൽക്കുകയാണ്. ഇതിന് പരിഹാരം കാണുവാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നിസ്വാർത്ഥ സേവനം നടത്തുന്നതിന് തൽപരരായ വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഈ ഭൂമിയിൽ അത്തരം വ്യക്തികൾ വിരളമാണ്. ആയതിനാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് ഒരിക്കലും സാധ്യമല്ല. ആയതിനാൽ നമുക്ക് നീറ്റ് പോലുള്ളതായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തി എലിജിബിളായിട്ടുള്ള കുട്ടികളെ വാർത്തെടുത്ത് ഒരു സ്വർഗസുന്ദരമായ ഒരു ലോകം നിർമ്മിക്കണം എന്ന് ഉണ്ടെങ്കിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ സമൂഹത്തുണ്ടാവണം. അങ്ങനെ സമൂഹത്തിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടാതെ എല്ലാവരെയും ഇങ്ങനെ പാസാക്കി എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകരും ഒക്കെ ആവുകയാണെങ്കിൽ സമീപഭാവിയിൽ ഈ പുസ്തക കച്ചവടക്കാർ വീട്ടിലേക്ക് വരുന്നതുമായി ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും വീട്ടിൽ വന്ന് രോഗിയുണ്ടോ, ഇവിടെ വല്ല കോൺട്രാക്ട് വഴിയുണ്ടോ, കുട്ടികളെ വൃത്തിയായി പഠിപ്പിക്കണമോ എന്ന് വീട്ടിൽ വന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. ശുഭം.